ഒരു സീരീസ് ഓഫ് മർഡറുകളും കൊലയാളി ആര് എന്ന ചോദ്യവുമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്ന ആ മർഡറുകൾക്ക് പിന്നിലെ കാരണം അന്വേഷിക്കുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ ടെംപ്ലേറ്റ് മോഡിലാണ് ഓസ്ലർ എത്തുന്നത്. മേക്കിങ്ങിലെ ചടുലതയും പ്രൊഡക്ഷനിലെ ക്വാളിറ്റിയും അഭിനേതാക്കളുടെ പെർഫോമൻസും കൊണ്ടാണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ക്രൈം ഇൻവെസ്റ്റിഗേഷനെ മിഥുൻ മാനുവൽ മെച്ചപ്പെടുത്തുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമ ആയതുകൊണ്ട് പടം കണ്ടതിന് ശേഷം ഈ റിവ്യൂ കാണുന്നതാകും നല്ലത്. സ്പോയിലറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പരമാവധി അത് ഒഴിവാക്കി പറയാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ജയറാമിൻ്റെ തിരിച്ചുവരവായി ആഘോഷിക്കപ്പെട്ട ചിത്രമായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അബ്രഹാം ഓസ്ലർ ജയറാമിൻ്റെ മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. ദുരന്തങ്ങളിലൂടെ കടന്നുപോയതിനെ തുടർന്ന് തകർന്നുപോയ മനുഷ്യനായി എത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന അടുത്ത കാലത്ത് കുറേ സിനിമകളിൽ കണ്ടിട്ടുള്ള നായക കഥാപാത്രങ്ങളുടെ അതേ ഒരു അച്ചിലാണ് ജയറാമും എത്തുന്നത്. പ്രിയപ്പെട്ടത് പലതും നഷ്ടപ്പെട്ട, വിഷാദരോഗം ബാധിച്ച, അപ്പാടെ തളർന്നുപോയ എന്നാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാമിൻ്റെ ഓസ്ലർ. ഓസ്ലറുടെ വസ്ത്രത്തിലും സംസാരത്തിലും നടത്തത്തിലും നോട്ടത്തിലും ഓരോ ക്രൈം സീനുകളിലും വന്നുള്ള പ്രതികരണങ്ങളിലൊക്കെ ആ ഒരു തളർച്ച നമുക്ക് കാണാൻ കഴിയും. മരിച്ചതിന് തുല്യം ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് അവസാനത്തിൽ മാത്രമാണ് ഒരു ചെറിയ ചിരി വരുന്നത്. പഴയ ഓസ്ലറിലേക്ക് അയാൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ആ ചുണ്ടിൽ പടരുന്ന ചെറിയൊരു ചിരി കൊണ്ട് തന്നെ കൺവേ ചെയ്യാൻ ജയറാമിന് കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ടും മെഡിക്കൽ ഫീൽഡിൽ കേന്ദ്രീകരിച്ചാണ് ഓസ്ലറിന് വേണ്ടിയിട്ട് രൺധീർ കൃഷ്ണൻ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം മർഡറുകൾ നടക്കുന്ന സ്ഥലമാണെങ്കിലും ക്രൈം ചെയ്യുന്നവരും അതിൻ്റെ വിക്ടിമുകളും കൊലകൾ നടത്തുന്ന ആ ഒരു രീതിയും അതിലുപയോഗിക്കുന്ന വസ്തുക്കളും കൊലകൾക്ക് പിന്നിലെ കാരണം തുടങ്ങി എല്ലാ കണ്ണികളും മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഡോക്ടർ എന്നൊരു പ്രൊഫഷനിലെ വിവിധ ജോലികളുമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ രോഗികളോടുള്ള പല ക്ലാസ്സുള്ള രോഗികളോടുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ ക്ലാസ് എങ്ങനെ വർക്കാകുമെന്ന് സിനിമയിലുണ്ട്. ഡോക്ടർമാരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് അവരുടെ ഉള്ളിലുണ്ടാകുന്ന അമർഷവും അതൃപ്തിയും അതിൻ്റെ പ്രതിഫലനം എങ്ങനെയാണ് ജോലിയിലേക്ക് കടന്നു വരുന്നതും അങ്ങനെ തുടങ്ങി പല പല കാര്യങ്ങൾ ഈ സിനിമയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. മാരകമായിട്ടുള്ള ലഹരി മരുന്നുകളുടെ ദുരുപയോഗം വരുത്തി വെക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള അവസ്ഥകളും ഈ സിനിമയിൽ ഉടനീളം കടന്നു വരുന്ന മറ്റൊരു കാര്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പണവും അധികാരവും ഉള്ളവരുടെ അഹങ്കാരം നിറഞ്ഞ പ്രവൃത്തികൾ കൂടി ഈ സിനിമയിലെ ഒരു അണ്ടർലൈൻ ടെക്സ്റ്റാണ്. സിനിമയിലെ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിയിരിക്കുന്നത്. ഇപ്പം ജയറാമിൻ്റെ അബ്രഹാം ഓസ്ലറിനാണ് സിനിമയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത്. സ്ക്രീൻ ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ വേഷം മാത്രമല്ല ബാക്കി ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സിനും വളരെ കുറഞ്ഞ സ്ക്രീൻ ടൈം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് എല്ലാവരും മനസ്സ് നിറയ്ക്കുന്നുണ്ട്. ഈ ഒരു 89 എന്ന് പറയുന്ന ആ ഒരു കാലത്തെ കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന അനശ്വരയും മറ്റ് അഭിനേതാക്കളൊക്കെ നല്ല പെർഫോമൻസ് ആണ് നൽകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ജയറാമിനും മമ്മൂട്ടിക്കും ഒക്കെ ഇടയിൽ എടുത്തു പറയേണ്ട പെർഫോമൻസ് ജഗദീഷിൻ്റെ ആണ്. ഇത്രയും കൂസലില്ലാത്ത, ഒന്ന് ശബ്ദം ഉയർത്തുകയോ ദേഷ്യത്തോടെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ ജഗദീഷിൻ്റെ ഈ ഒരു ക്യാരക്ടറിനോട് വല്ലാത്തൊരു തരം ദേഷ്യം നമ്മുടെ ഉള്ളിൽ തോന്നും. 2023 തുടർച്ചയായിട്ട് മികച്ച പ്രകടനങ്ങൾ നടത്തിയ ജഗദീഷ് 2024 തൻ്റെ തുടക്കം നല്ല ഗംഭീരമായിട്ടാണ് ഓസ്ലറിലൂടെ നടത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ക്യാമിയോ ഫാൻസിനെ ആഘോഷിക്കാനുള്ളതെല്ലാം വെച്ചിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ആ റോളിനെ കുറിച്ചിട്ട് കൂടുതൽ പറയാൻ പറ്റില്ല. വളരെ സസ്പെൻസ് നിറഞ്ഞൊരു റോളാണത്. എന്നാലും മമ്മൂട്ടി പറയുന്ന വളരെ കുറഞ്ഞ ഡയലോഗുകൾ ഉള്ളിൽ തൊടുമെന്ന് മാത്രം പറഞ്ഞേക്കാം. പിന്നെ ആകെ ഒരു സജഷൻ ഉള്ളത് മമ്മൂട്ടീനെ ആദ്യമായിട്ട് കാണിക്കുന്ന സീനിലെ വിഗ് മാത്രം അല്പം മെച്ചപ്പെട്ടതാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പേഴ്സണലി തോന്നിയതാണ്. വളരെ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം. പിന്നെ ഈ സിനിമയിലെ പാട്ടിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും മാറ്റി വയ്ക്കാതെ BGMലൂടെയാണ് പൂർണ്ണമായിട്ട് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം മിഥുൻ മുകുന്ദൻ നല്ല കറക്റ്റ് മീറ്ററിലുള്ള മ്യൂസിക്കാണ് ഓസ്ലറിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. തേനി ഈശ്വറിൻ്റെ ക്യാമറ സിനിമയെ വിഷ്വലി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ളൊരു കാലഘട്ടത്തെയും ഒരു 80s 90s ആ കാലങ്ങളെയൊക്കെ വളരെ മനോഹരമായിട്ടാണ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തിടെയായിട്ട് മലയാളത്തിലും മാത്രമല്ല മറ്റ് ഭാഷകളിലൊക്കെ ഈ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായേക്കാം ഈ സിനിമയ്ക്കെന്ന് തോന്നിപ്പിക്കുന്ന, അതിനുവേണ്ടി എങ്ങനെയെങ്കിലും തോന്നിപ്പിക്കുന്ന ഒരു ടൈലൻ്റ് സിനിമയിൽ ഏച്ചു കൂട്ടുന്ന പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കുറേ സിനിമകൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയല്ലാതെ വളരെ കാര്യകാരണ സഹിതം രണ്ടാം ഭാഗത്തിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ആകാംക്ഷ ജനിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന സിനിമയാണ് ഓസ്ലർ. ടെംപ്ലേറ്റ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിക്ക് അപ്പുറം പോകാൻ കഴിഞ്ഞില്ല എന്നതാകും ഓസ്ലറിൻ്റെ ഒരേ ഒരു പോരായ്മ. ബേസിക് സ്റ്റോറി ലൈന് നോക്കുകയാണെങ്കിൽ അല്പം ക്ലീഷേഡാണ് ഇതിൻ്റെ പ്ലോട്ട്. ഇപ്പം കഥാസന്ദർഭങ്ങളിലും കഥാപാത്രങ്ങളിലൊക്കെ സ്റ്റീരിയോ ടൈപ്പ് നമുക്ക് കാണാനും പറ്റും. അഞ്ചാം പാതിരയുടെ ചെറുതല്ലാത്ത അലയൊലികൾ ഈ സിനിമയിലും ഉണ്ട്.
എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പറഞ്ഞ എല്ലാ ടിപ്പിക്കൽ എലമെൻറ്റുകളെയും ചെത്തി മിനുക്കിയിട്ടുള്ള തിരക്കഥയിലൂടെയും സംവിധാനത്തിലൂടെയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് നല്ലൊരു സിനിമാനുഭവം ആക്കിയിട്ട് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാൻ ഓസ്ലറിൻ്റെ എൻ്റയർ ക്രൂവിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓസ്ലർ കണ്ടവർ നിങ്ങളുടെ അനുഭവവും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളിൽ പറയണം.